ഈ കാണുന്നതാണ് സാമ്പാർ ലേക്ക്. കാണാൻ സാമ്പാർ പോലൊക്കെ തോന്നുമെങ്കിലും ഇത് മുഴുവൻ ഉപ്പാണ്. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സാമ്പാർ ലേക്കാണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ഉപ്പുജല തടാകം. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവേ ഈ ഉപ്പുപാടങ്ങളൊക്കെ വെള്ള നിറത്തിലോ അല്ലെങ്കിൽ ഗ്രേ കളറിലോ ഒക്കെയാണ് കാണപ്പെടാറുള്ളത്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചുവപ്പ് കളറിലും പിങ്ക് കളറിലും ഓറഞ്ച് കളറിലും ഒക്കെ ഇങ്ങനെ കാണപ്പെടുന്നത്? നമുക്കറിയാം, പൊതുവേ ഇത്തരം ഉപ്പുപാടങ്ങളിൽ സാധാരണ ചെടികൾക്കോ മത്സ്യങ്ങൾക്കോ ഒന്നും ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു കൂട്ടം ജീവികൾക്ക് ഇത്തരം ഉപ്പുപാടങ്ങളിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അതാണ് ഹാലോഫിലിക് ആൽഗകളും ബാക്ടീരിയകളും. ഇവരാണ് ഉപ്പുപാടങ്ങൾക്ക് ഈ ഒരു നിറം നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ജീവികളുടെ ഒരു സർവൈവൽ മെക്കാനിസമാണ്. അതികഠിനമായ ചൂടിൽ നിന്നും ഉപ്പ് സാന്ദ്രതയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ബീറ്റ കരോട്ടിൻ പോലുള്ള പിഗ്മെന്റുകൾ ഈ ജീവികൾ പുറപ്പെടുവിക്കാറുണ്ട്. ഈ ഒരു പിഗ്മെന്റുകൾ കാരണമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ ഒരു ഉപ്പ് തടാകത്തിന് ചുവപ്പും പിങ്കും ഓറഞ്ച് കളറും ഒക്കെ വരുന്നത്. ചൂട് കൂടുതലുള്ള സാഹചര്യത്തിൽ കളർ കൂടുതലായിരിക്കും. അതുപോലെ മൺസൂൺ സമയത്തൊക്കെ ലൈറ്റ് പിങ്ക് നിറത്തിലായിരിക്കും ഈ ഉപ്പുപാടങ്ങൾ കാണപ്പെടുന്നത്. ജയ്പൂർ, അജ്മീർ, നാഗൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു ഉപ്പുജല തടാകത്തിന് 35 കിലോമീറ്റർ നീളവും 10 കിലോമീറ്ററോളം വീതിയുമാണ് വരുന്നത്. നമ്മുടെ രാജ്യത്തിലെ ഏതാണ്ട് 9% ഉപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. വിന്റർ സീസണിൽ ഫ്ലെമിംഗോ പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ ഒരു സാമ്പാർ ലേക്ക്. ലക്ഷക്കണക്കിന് പക്ഷികളാണ് ഈ ഒരു തടാകത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയങ്ങളിൽ ഈ ഒരു തടാകം കാണപ്പെടുന്നത് പിങ്ക് നിറത്തിലായിരിക്കും.